ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കാത്തവരായി, നേരിടാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ആരും തന്നെ കാണില്ല എന്നതാണ് സത്യം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് നമ്മെ തേടിയെത്തിയിട്ടുണ്ടാകും. എന്നാൽ പലപ്പോഴും അതൊരു അകാരണമായ തോന്നലായിരിക്കും. അപ്പോഴൊക്കെ നാം കൊതിച്ചു പോകുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട്. ആരോടാണ് ഇതൊക്കെയൊന്ന് പറയുക? ആരിൽ നിന്നാണ് ഇതിനൊരു ആശ്വാസം കിട്ടുക എന്നൊക്കെ. അതുവരെ നമ്മുടേതെന്നു കരുതിയ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ആരും തന്നെ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ ആത്മസംഘർഷം തിരിച്ചറിയുന്നില്ല എന്നതാണ് രസകരം. എന്നാൽ അവിചാരിതമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ചില സുഹൃത്തുക്കൾ, അവരാകും നമ്മുടെ ഈ ആത്മസംഘർഷത്തെ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക. അതുവരെ നാം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത അവർ നമ്മുടെ ചിരകാല പരിചിതരാകുന്നു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ജീവിത സാഹചര്യങ്ങളിൽ അത്തരം ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ അത് നമുക്ക് ഒരുപാട് നന്മകൾ തരും. അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ജീവിതത്തിലെ പ്രതീക്ഷകളാണ് നമ്മുടെ ഈ ജീവിതം. സ്നേഹങ്ങളാണ് അതിൻ്റെ ബന്ധങ്ങൾ. എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം. മനുഷ്യജീവിതത്തിൻ്റെ ചാലക ശക്തി തന്നെ നമ്മുടെ പ്രതീക്ഷകളാണ്. പ്രതീക്ഷകൾ തന്നെയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമൊക്കെ നമുക്ക് നൽകുന്നത്. കയറ്റവും ഇറക്കവും ഇരുളും വെളിച്ചവും പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യജീവിതം. പ്രതീക്ഷയറ്റുപോയ ജീവിതം ഇരുളടഞ്ഞ അന്ധകാരം പോലെയാണ്. ആ ഒരു അന്ധകാരമായ ഇരുട്ടിനെ പ്രതീക്ഷയാകുന്ന ഒരു തിരിനാളം തെളിയിച്ച് ജീവിതത്തെ സൗന്ദര്യമാക്കിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്.